ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ന്യൂസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 12 എന്നുള്ള വീഡിയോയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 12 കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. അപ്പം അതിൽ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടി. ഒത്തിരി പേര് എനിക്ക് കമൻറ്റിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്യാണം നടന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിലവർക്ക് പൈസ ആ സമയത്തൊക്കെ കിട്ടി. അപ്പം അങ്ങനെ ഒത്തിരി നല്ല നല്ല കമൻസൊക്കെ വന്നിരുന്നു. ഇതിൽ കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എഴുതുന്ന രീതി മാറിയിട്ട് തന്നെയാണ് കുറേ പേർക്കൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടാണ്ടിരിക്കുന്നത്. കുറേ പേർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചിലവർ എഴുതി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് കിട്ടിയവരുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ സംശയമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ പലരും അതായത് ചിലവർ പറഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകിട്ട് 6 മണി വരെയൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 തുടങ്ങി 7 മണി വരെയുള്ള സമയത്തുള്ളിലാണ് ഞാൻ 12 ചെയ്തത്. അതായത് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 6നും 7നും ഇടക്കാണ് ഞാൻ എഴുതിയത്. എന്നിട്ട് നമുക്ക് അരമണിക്കൂർ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളിത് മായാണ്ട് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 മണി തുടങ്ങി 7 മണി വരെയൊക്കെ ഉള്ളിൽ നമ്മളിത് എഴുതിയിരിക്കണം. മനസ്സിലായോ? 6നും 7നും ഇടയ്ക്ക് നമ്മൾ എഴുതിയിരിക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു 6:15 അല്ലെങ്കിൽ 6:30 എഴുതിയെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ, അപ്പോൾ നമ്മൾ ഒരു 7 മണി വരെ ഇത് മായാണ്ട് നോക്കുക. ചിലവർ എന്ന് വിചാരിച്ച് ഇത് കറക്റ്റ് 7ന് എഴുതാൻ നിൽക്കരുത്. നമ്മൾ 7ൻ്റെ അകത്ത് 7 ഒരു 10 മിനിറ്റുള്ളിൽ നമ്മളിത് എഴുതി വച്ചേക്കണം. എന്നിട്ട് പിന്നെ അരമണിക്കൂർ നമ്മളിത് കയ്യിൽ നിന്ന് മായാണ്ട് നോക്കണം. പിന്നെ മെയിനായിട്ട് പറ്റുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോ കാണിക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് തോന്നാം. എങ്ങനെ ഇത് വലത്തെ കൈയാണോ ഇടത്തെ കൈയാണോ, അങ്ങനെ പലർക്കും പല സംശയങ്ങളും വരും ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ക്യാമറയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾക്കത് വലത്തെ കൈയായിട്ട് തോന്നിയാലും ഇത് ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ ഇടത്തെ കൈയിലെ മോതിര വിരൽ. ഇപ്പോൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇടത്തെ കയ്യിൽ ഇതേ ഈ മോതിര വിരലിൽ നമ്മുടെ ഇവിടെ നിന്ന് തുടങ്ങണം 12. അതായത് ഈ ഇവിടുത്തെ നമ്മുടെ വെട്ടില്ലേ അതിന് മുമ്പ് ഇവിടെ എഴുതി നമ്മൾ തീർക്കണം 12 എന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഏഞ്ചൽ നമ്പറാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിനോടാണ്, പ്രപഞ്ചത്തിനോടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞേച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അരമണിക്കൂർ മായാണ്ട് നോക്കണം. ഇത് എഴുതുന്നത് നീലമഷിയോ പച്ചമഷിയോ കൊണ്ടോ വേണം എഴുതാനായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു പ്രാവശ്യം മാത്രം 12 എന്ന് എഴുതാൻ പാടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ നമുക്കത് റീറൈറ്റ് വരുമ്പം അത് ശരിക്കും പറഞ്ഞാൽ 1 പിന്നെ മുകളിൽ എഴുതുമ്പോൾ 2 വരിക. മനസ്സിലായോ? അപ്പം 2 എഴുത്ത് വരുക നമുക്ക്. അപ്പം നമ്മുടെ എന്താ പറയണ ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴാണ് നമുക്ക് വിചാരിച്ച കാര്യം സാധിക്കാത്തത്. 12 എന്ന് ഒരുമിച്ച് നമ്മൾ എഴുതുക. അതിൻ്റെ നടുക്ക് 1 കഴിഞ്ഞിട്ട് കുത്തോ 2 കഴിഞ്ഞ് കുത്തോ ഒന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് 12 അടുപ്പിച്ച് നമ്മുടെ ഈ മോതിരവിരൽ എഴുതി കൊടുക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എഴുതണ നേരത്ത് വെറുതെ അങ്ങോട്ട് ഒരു ഇതിന് വേണ്ടി 12 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതരുത്. ഈ 12 എന്ന് ഓരോന്നും നമ്മൾ 1 2 1 2 എന്ന് വരക്കണ സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ലതായിട്ടൊരു എന്ത് കാര്യവും നടക്കണ്ടേന്ന് വെച്ചാൽ അത് നല്ലൊരു പ്രാർത്ഥന മനസ്സിൽ നമ്മുടെ ഉണ്ടാവണം. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞ് അരമണിക്കൂർ നമുക്ക് മായാണ്ട് നോക്കണമല്ലോ. നമ്മളിപ്പോൾ വേറെ ജോലിക്കൊന്നും ജോലി ചെയ്യാണ്ട് കറക്റ്റ് ഒരു അരമണിക്കൂർ നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാം. അതായത് ഈ 12 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിരുത്തി ശരിക്കും ശാന്തമായിട്ട് നമ്മൾ നല്ലവണ്ണം മനസ്സിൽ ഇത് പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ എഴുതി കഴിയുമ്പോൾ തന്നെ ഈ നമ്പർ എന്താ പറയുക ഇത് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഇതിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ദിവസം ഇത് എഴുതാനാണ് പറയുന്നത്. 21 ദിവസം നിങ്ങളോട് ഇപ്പോൾ 6 തുടങ്ങി 7 വരെയുള്ള സമയത്ത് നിങ്ങളിത് എഴുതി തീർക്കുക.
എന്നിട്ട് 21 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 6 5 ഒക്കെ ദിവസത്തിലാണ്, അല്ലെങ്കിൽ 7 അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്ക് 21 ദിവസത്തേക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ കൊണ്ട് ഇത് എഴുത്ത് നിർത്താം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഒരു 7 ദിവസം കൂടി കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മളിത് എഴുതി തുടങ്ങാൻ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്ര ശക്തിയായിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ്. ശരിക്കും നമ്മുടെ ആഗ്രഹം നടത്തി തരും. എനിക്കും 2 കാര്യങ്ങൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്ത് കാര്യമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ഷെയർ ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി ഞാൻ ഷെയർ ചെയ്താലേ അപ്പോൾ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുള്ളൂ. എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് പറയാറായില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു മാസം കൂടി പിടിക്കും. എന്നാലും എനിക്ക് കറക്റ്റ് നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് നടന്നതെന്നും എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നും ഒക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കൂടി വ്യക്തമാക്കി തരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരാളും 12 എഴുതുമ്പോൾ കുറേ പേര് പറയുന്നുണ്ട് എഴുതി മടുത്ത് അതിൻ്റെ സമയം ശരിയല്ല. അതൊന്നുമല്ല, നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഇത് എഴുതടയിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് ഇത് നമുക്ക് പറ്റാത്തത്. ഒരിക്കലും നമുക്ക് ചിലപ്പോൾ പെന്നും കൊണ്ട് എഴുതുമ്പോഴേ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഓയിലിൻ്റെ ഒരിതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെളിയാണ്ട് വരും പെന്ന്. എത്ര തെളിയുടെ പേനയാണെങ്കിലും ശരി, നമുക്ക് ഇതിലോട്ട് എഴുതി വരുമ്പോൾ കയ്യിൽ തെളിയാണ്ട് വരും. അതിന് നിങ്ങളൊരു പേപ്പറിൽ നന്നായിട്ടൊന്ന് അത് ശരിക്കൊന്ന് ഉറപ്പിച്ച് നല്ലതായിട്ടൊന്ന് വരച്ചു നോക്കണം. എന്നിട്ട് വേണം കയ്യിലോട്ട് എഴുതാൻ. അപ്പം ഓരോ നമ്പർ എഴുതുമ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് കയ്യിൻ്റെ ആ മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തെളിയാണ്ട് വരും. ഒരിക്കലും അതിൻ്റെ മേളിൽ കൂടി ഒന്നെന്ന് നിങ്ങൾ 1 2 ഇത് വീണ്ടും തെളിയിച്ച് എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്താ കാര്യം ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ 12 കയ്യിൽ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കുറച്ച് പൈസക്കായിരിക്കും ആവശ്യം. ഇത് എഴുതി വെച്ചിട്ട് നമ്മൾ പൈസ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അടുത്ത നമ്മുടെ ആക്ഷനാണ്. അതായത് നമ്മളെ കൊണ്ട് വെറുതെ അല്ലല്ലോ, നമുക്ക് ആരെങ്കിലും മുഖേനയായിരിക്കും നമുക്ക് ചിലപ്പോൾ ആ പൈസയൊക്കെ റെഡിയാവുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ 5 പൈസ ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ റെഡിയായി കിട്ടാൻ. പക്ഷേ നമുക്ക് ആ സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതായത് വേറൊരാൾ മുഖേനയായിരിക്കും നമുക്ക് ആ പൈസ കിട്ടുന്നത് അല്ലേ. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ഇതനുസരിച്ച് ഇപ്പം ചിലപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് 0 ആയിരിക്കും. അയ്യോ ഇതെനിക്കൊന്നും നേരത്തെ ചെയ്യാൻ പറ്റത്തില്ല, ഞാനപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ എന്താണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോ, നമുക്കിപ്പോൾ ഒന്ന് വണ്ണം കുറക്കണം, എൻ്റെ ആഗ്രഹം വണ്ണം കുറക്കണം എന്നാണ്. പക്ഷേ ഞാൻ വണ്ണം കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ വെറുതെ ഇരുന്നാൽ എൻ്റെ വണ്ണം കുറയില്ല. അപ്പം നമ്മളതിന് എക്സസൈസ് ചെയ്യണം. അപ്പം അതിനൊരു മാർഗം മുമ്പിലുണ്ട്. അത് നമ്മളൊന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിവേഴ്സും നമുക്ക് അനുകൂലമായ രീതിയിൽ വരുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു ആക്ഷനും എടുക്കാണ്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം എഴുതി കൊടുത്തു, 12 എന്ന് പറഞ്ഞ് നമ്മൾ കയ്യിൽ എഴുതിയിട്ട് നമ്മുടെ ആഗ്രഹം ഇപ്പം എന്താണ്, ഇപ്പോൾ ഒരു കല്യാണം നടക്കാനാണെന്ന് വിചാരിച്ചോ, കല്യാണം വെറുതെ വീട്ടിലോട്ട് വരത്തില്ല. അപ്പം നമ്മൾ അടുത്ത ആക്ഷൻ എന്താണെന്ന് വെച്ച് ചെയ്യേണ്ട, എവിടെയെങ്കിലും മാട്രിമോണിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ കല്യാണത്തിന് വേണ്ടി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടാവണം. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്കിടെ ആവശ്യമുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ വരും. അപ്പോൾ എന്ത് കാര്യം ചെയ്താലും അതിനടുത്തായിട്ട് ഒരു ഇത് നമ്മൾ ചെയ്തിരിക്കണം. അപ്പം ഇനി 12 എഴുതും ആരും ഒരു സംശയവും പാടില്ല. 21 ദിവസം നിങ്ങളിത് എഴുതണം. 12 അതും മോതിര വിരലിൽ രാവിലെ 6 തുടങ്ങി 7 മണി വരെയൊക്കെ ഉള്ളിൽ, രാവിലെ 6 തുടങ്ങി 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളിത് എഴുതണം. എനിക്ക് 2 കാര്യം ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയത് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ്. പിന്നെ പച്ചമഷിയോ നീലമഷിയോ കൊണ്ട് എഴുതുക.
അരമണിക്കൂർ മായാണ്ട് നോക്കണം. നമ്മളൊരു നല്ല കാര്യം ചെയ്തതല്ലേ, അപ്പം നമുക്ക് അരമണിക്കൂർ നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ കിച്ചണിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മായും. പിന്നെ നമുക്കത് ടെൻഷൻ, അയ്യോ മാഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ശരിക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ആ ടൈമിൽ 12 ഇനിയിപ്പോൾ അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഇരിക്കാൻ ടൈമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ പരിപാടി നിങ്ങൾക്ക് ചെയ്യാം. ഇത് അരമണിക്കൂറൊന്നും മായാണ്ട് ഇരുന്നാൽ മാത്രം മതി, വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇത് ഒരു ശക്തിയുള്ള ഒരു പിന്നെ ഏഞ്ചൽ നമ്പറാണ് 12. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, നമുക്കിത് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഈ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കസിനും കൂടി ജോലിയുടെ കാര്യം ഓക്കെ ആയതാണ്. അപ്പം അതുകൊണ്ടാണ് അത്ര നമുക്ക് ഒരിതിൽ പറയാൻ പറ്റുന്നത്. അപ്പം എല്ലാവരും ഈ രീതിയിലൊക്കെ തന്നെ ചെയ്തു നോക്കുക, ഷുവറായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പം രണ്ടാമത് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ മേളിൽ കൂടി എഴുതരുത്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 7 ദിവസം കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരും സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്